ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ചാമ്പക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാമ്പക്ക നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായാണ്. ഇതൊരു ആപ്പിൾ ചാമ്പക്ക പോലത്തെ ചാമ്പക്കാണ് കേട്ടോ. അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാതിന് ശേഷം 1/2 ടീസ്പൂണ് കടുകും ഉലുവയും ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് ഒരു 5 or 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. പിന്നെ ഒരു പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. 1 കപ്പ് ചാമ്പക്കൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്ര മതി. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതും ചേർക്കുന്നുണ്ട്. അത് ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാകും. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അപ്പോൾ നമ്മൾ ചാമ്പക്ക ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാരക്ക അരിച്ചത് ചേർക്കുന്നുണ്ട്. അപ്പം സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് കാരക്ക അരിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കാരക്ക എടുത്തിട്ടുള്ള ഒരു 4 or 5 അതിലേക്ക് കുറച്ച് സുർക്കയും ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം ഈ കാരക്ക ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടില്ലല്ലോ, അത് ആവശ്യത്തിന് ചേർക്കുക. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ചൂടാറിയിട്ട് സുർക്ക ആഡ് ചെയ്താലും മതി, അല്ലെങ്കിൽ ചൂടാറുന്നതിന് മുമ്പ് ആഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മളിതൊരു തിക്നെസ് ഇല്ലാതെ തോന്നുന്നുണ്ടാവും, പക്ഷേ നമ്മൾ ചൂടാറുമ്പം ഇത് നന്നായിട്ട് തിക്കാവും കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.